ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാമേനോൻ ഒരു മോര് കൂട്ടാൻ, കുമ്പളങ്ങ വെച്ചിട്ട് ഒരു മോര് കൂട്ടാൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കണേ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് മോര് കൂട്ടാനാണ് കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്ന മാതിരത്തെ കറിയല്ല ഇത്. അപ്പം ഞാനത് എങ്ങനെയാണ് ഇതിൻ്റെ പുതിയ പ്രോസസ്സ് ഒന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ കുമ്പളങ്ങ ഞാൻ വേവിച്ചു കാണിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കുമ്പളങ്ങ വേവിച്ചത്. കുമ്പളങ്ങ വേവിക്കാൻ പോകുന്നു കേട്ടോ. അതിന് വേണ്ടി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി. കുമ്പളങ്ങ വേവിച്ച് കഴിഞ്ഞു. കുമ്പളങ്ങ മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുമ്പളങ്ങ ഇതാ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, നിറച്ചൊരു ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, 4ഓ 5ഓ ചെറിയ ഉള്ളി കേട്ടോ. ഇത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ജീരകം കേട്ടോ. പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത്. ഇത് നല്ല എരിവുണ്ട്, ഞാൻ 2 എടുത്തിട്ടുണ്ട്. കണ്ടുവല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് വറക്കും എണ്ണ ഒഴിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ 1 സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. എൻ്റെ ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണ്. അതിന് ശേഷമാണ് മോര് ചേർക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം വറുത്തരച്ച് ഒഴിച്ച ശേഷം അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഒന്ന് ചൂടാക്കട്ടെ. ഇപ്പം ഞാൻ ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോളൂ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് കടലപ്പരിപ്പ് ഇടുക കേട്ടോ. കടലപ്പരിപ്പിട്ട് ഒന്ന് നല്ലോണം ചൂടാവണം. ചൂടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് മണം വരുന്ന മാതിരി കേട്ടോ. ഒരു കടലപ്പരിപ്പിൻ്റെ ഒരു വറുത്ത മണമൊക്കെ വരുമല്ലോ. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരു നല്ല സ്മെല്ല് വരും അതുവരെ കേട്ടോ. ഇതാ നോക്കോളൂ. ഇനി ഇതിലേക്ക് ഞാൻ ജീരകം ആഡ് ചെയ്യാണ്, പച്ചമുളക് ആഡ് ചെയ്യാണ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് വറുത്താൽ മതി, ഒരുപാട് ആവരുത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി. അപ്പം ഞാൻ ഇതിനെ ഇനി വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ തേങ്ങ ചേർക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തേങ്ങയുടെ ഇഷ്ടം, തേങ്ങ നിർബന്ധമില്ല, പക്ഷെ ഞാൻ ഇതങ്ങനെ 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഈ അരച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോളൂ, അതിൽ എന്തൊക്കെ ചേർത്താന്ന് കണ്ടുവല്ലോ. പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് ഞാനിപ്പോൾ തിളപ്പിക്കുകയാണ്. കുമ്പളങ്ങ വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് ഇട്ടുകൊണ്ട് ഇനി ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ, നന്നായി തിളച്ച് അത് കൊഴുക്കും കുറച്ച്. ഇപ്പോൾ നോക്കിക്കോളൂ, കറി നന്നായി തിളച്ചു കണ്ടില്ലേ. ഈ കറി ഇപ്പൊ നന്നായിട്ട് തിളച്ചു. ഒന്നുകൂടി ഇത് തിളച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഓഫ് ചെയ്തിട്ട് കണ്ടു. ഇപ്പൊ തന്നെ നല്ല കൊഴുപ്പ് വന്നു കഴിഞ്ഞു തിളച്ചപ്പോൾ. ഇതിലേക്ക് ഞാൻ നല്ല തൈര് ഒഴിക്കേണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച ഉടനെ ഓഫ് ചെയ്യാം. ഇനി ഇതിന് തിളപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ. ഇത് ആ തിളയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ടേസ്റ്റി കറി റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് വറുത്തിടണമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ പാലക്കാട് മോര് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒക്കെ നമ്മൾ
കടലപ്പരിപ്പൊന്നും ചേർക്കാറില്ല. വെറുതെ തേങ്ങ, ജീരകം, പച്ചമുളക് അല്ലേ, അത് മാത്രമാണ് നമ്മൾ മോര് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നന്നായിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. ഇനി ഞാൻ ഇതിലേക്ക് എന്താണ് വറുത്തിടണമെന്ന് കാണിക്കാം. അപ്പോൾ ഇനി എന്താണ് വറുത്തിടണമെന്ന് കാണിക്കാം. എനിക്കിപ്പോൾ ഇത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് കുറച്ച് കുറവുമായി തോന്നി, ഞാൻ ഉപ്പിട്ടു. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താണ് വറുത്തിടണമെന്നൊന്ന് കാണിക്കാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടി ഞാൻ ചെറിയൊരു കോരിക വെച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. കടുക്, കപ്പലമുളക്, ഉലുവ ഇതെല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് കറിയിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടേസ്റ്റി കുമ്പളങ്ങ കറി റെഡിയായി. ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് സ്റ്റൈൽ ആണ്. ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.